Education after the formation of modern Kerala, KER development, experience and curriculum shift after the 1990s. നമ്മൾ പറയാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് മോഡേൺ കേരള 1956 മോഡേൺ കേരള ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള എഡ്യൂക്കേഷനിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ കേരള ഫോർമേഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് കമ്മ്യൂണിറ്റി മിനിസ്ട്രി ഓഫ് കേരള 1956 ഒരു ആക്ട് പാസ്സാക്കുകയാണ്. അതാണ് കേരള എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് പ്രൈവറ്റ് സ്കൂളിലെ ഭരണത്തിൽ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുക, കൂട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ടീച്ചേഴ്സിൻ്റെ പെൻഷൻ, അതുപോലെ സാലറി, ജോബ് സെക്യൂരിറ്റി അതുപോലെ ബാക്കി മറ്റു ആനുകൂല്യങ്ങളൊക്കെ ഇതിൽ കൂടെ നടത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 1959 ഒരു കേരള എഡ്യൂക്കേഷൻ റൂള് കൊണ്ടുവരികയാണ്. ഇത് എന്താ പറയുക, സ്കൂളുകളുടെയും ടീച്ചേഴ്സിൻ്റെയും പ്രവർത്തനം ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേരള എഡ്യൂക്കേഷൻ റൂൾസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് റൂള് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലൂടെ സ്കൂളുകളുടെ പ്രവർത്തനം കൂടുതൽ നല്ലതാവുകയാണ്. അതുപോലെ അധ്യാപകരുടെ നിയമനങ്ങളും വിദ്യാർത്ഥികളുടെ അവകാശങ്ങളൊക്കെ ഉറപ്പാക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുണ്ടായിട്ടുള്ളത്. പിന്നെ 1961 സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പുതിയ പദ്ധതികൾ ഉണ്ടാകുമ്പോൾ അതിന് മാർഗനിർദ്ദേശം നൽകുക, അതുപോലെ പുതിയ നയങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഡ്വൈസറി ബോർഡ് ചെയ്യുന്നത്. പിന്നെ 1957, 56, 74 കാലഘട്ടത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. പുതിയ കോളേജസും യൂണിവേഴ്സിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വരുന്നത് പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ സ്കീം. പ്രൈവറ്റ് സെക്കൻഡറി സ്കൂൾ സ്കീമിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1950s. ടീച്ചേഴ്സിൻ്റെ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ സർവീസ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. സർക്കാർ സ്കൂളിലെ ടീച്ചേഴ്സിനെ പോലെ സെയിം ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, സെയിം ആയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിനും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഇത് മെയിനായിട്ട് എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഇത് കൊണ്ടുവന്ന സമയത്ത് പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിലെ ആളുകളിൽ ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എതിർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കൂടുതൽ റിവൈസ് ചെയ്തിട്ട് 1951 ഡിസംബറിൽ ഇത് വീണ്ടും പ്രാബല്യത്തിൽ വരികയാണ് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് അബോളിഷൻ ഓഫ് ഫീസാണ്. അബോളിഷൻ ഓഫ് ഫീസ് എന്ന് പറയുന്നത് 1956 കേരള ഫോർമേഷൻ നടന്ന സമയത്ത് എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അബോളിഷൻ ഓഫ് ഫീസ് എന്ന് പറയുന്നത്. അതായത് ഫീസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതിൽ 3 ഘട്ടത്തിലൂടെയാണ് ഇത് നടത്തിയിട്ടുള്ളത്. 1954 to 55 ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 7th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സിലെ എഡ്യൂക്കേഷൻ ഫ്രീ ആക്കുകയാണ്. ഫീസൊക്കെ എടുത്ത് റിമൂവ് ചെയ്യാണ്. 1956 to 57 ആയപ്പോഴത്തേനും ക്ലാസ് 8th, അതായത് മിഡിൽ സ്കൂളത്തെ ഫീസ് റിമൂവ് ചെയ്യാണ്. 60 to 61 ആയപ്പോഴത്തേനും എഡ്യൂക്കേഷൻ ഫ്രീ ആവുകയാണ്, ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഫ്രീ ആവുകയാണ്. 69 to 17 ആയപ്പോഴത്തേനും എൻ്റയർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയി മാറുകയാണ്. 69 to 17 ആയപ്പോഴത്തേനും ഇത് മൂലം സ്കൂളിലെ എൻറോൾമെൻറ്റ് റേഷ്യോ കൂടാണ്. കാരണം ഫീസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും കൂടി എഡ്യൂക്കേഷൻ അസസ് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സും കുറഞ്ഞു ഇതുമൂലം. അതുപോലെ കേരള എഡ്യൂക്കേഷനിൽ വലിയ രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനും ഇത് സഹായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തന്നെ കേരള എഡ്യൂക്കേഷൻ റൂൾസാണ്. കേരള എഡ്യൂക്കേഷൻ റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1959 നമ്മൾ പറഞ്ഞു. 1959 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
based on the Kerala Education Bill 1957. 1957 കേരള എഡ്യൂക്കേഷൻ ബില്ലിനെ ബേസ് ചെയ്തിട്ടാണ് കേരള എഡ്യൂക്കേഷൻ റൂൾസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു സ്കൂളിൻ്റെയും അതുപോലെ കുട്ടികളുടെയും പ്രവർത്തനങ്ങളെ ഏകീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ടീച്ചേഴ്സിൻ്റെ പെൻഷൻ, അപ്പോയിൻമെൻറ്റ്, അതുപോലെ പ്രൊമോഷൻ, അങ്ങനെ നിയമനം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള നിയമം റൂൾ കൊണ്ടുവരികയാണ് ഈ കേരള എഡ്യൂക്കേഷൻ റൂൾസിൽ പറയുന്നത്. മേജർ പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് സ്കൂളിലെയും ഗവൺമെൻറ് സ്കൂളിലെയും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു കൺട്രോളിലായിരിക്കണം. അതുപോലെ ഫീസ്, സ്കൂളിൽ വരുന്ന എല്ലാ ഫീസും ഗവൺമെൻറ്റിലേക്കുള്ളതാണ്. പിന്നെ ടീച്ചേഴ്സിൻ്റെ, നോൺ ടീച്ചിങ് സ്റ്റാഫ്സിൻ്റെ ഒക്കെ സാലറി ഗവൺമെൻറ്റാണ് പേ ചെയ്യാം. അതുപോലെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അതുപോലെ പുതിയ ബിൽഡിങ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഗവൺമെൻറ് ഗ്രാൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ലോക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് ഒരു ലോക്കൽ എഡ്യൂക്കേഷണൽ അതോറിറ്റിനെ പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യും. അതുപോലെ എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിന് ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ സെയിം ആനുകൂല്യങ്ങൾ കൊടുക്കുക. അതുപോലെ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ത്രൂ PSC വഴി നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് KER മെയിനായിട്ട് പറയുന്നത്. എഡ്യൂക്കേഷണൽ എഫേർട്ട് ടു റെഡ്യൂസ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. കേരള ഫോർമേഷൻ നടന്ന സമയത്തും എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ഒരുപാട് എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്തും ചില റീജിയന് അഡ്വാൻസ് ലെവലിൽ നിൽക്കുമ്പോൾ ചില റീജിയൻ ബാക്ക്വേർഡായിട്ടാണ് നിന്നിരുന്നത്. എസ്പെഷ്യലി ട്രാവൻകൂർ അല്ലെങ്കിൽ കൊച്ചി റീജിയനിലൊക്കെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിരുന്നു. പക്ഷെ മലബാർ റീജിയനിൽ എക്കണോമിക്കലി ആയാലും എഡ്യൂക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിലും അവർ പുറകോട്ടായിരുന്നു. അപ്പോൾ ഈ റീജിയനെ മറ്റു റീജിയനെ പോലെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ സ്കൂളുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള സ്കൂളിനെ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ കൂടുതൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമൂലം മറ്റു റീജിയനെ പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടും ഒരുപടി മുന്നിലേക്ക് മലബാർ റീജിയനും എത്തുകയാണ്. അതുപോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനും വുമൻസിനൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലോത്ത്, അതുപോലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്ലേറ്റ്, ബുക്ക് പോലുള്ള കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. വുമൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമൂലം എഡ്യൂക്കേഷനിൽ വലിയ രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണ്. അടുത്ത വരുന്നതാണ് നൂൺ മീൽ പ്രോഗ്രാം ഓർ മിഡ് ഡേ മീൽ. ഇത് 1940s സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സപ്പോർട്ടഡ് ബൈ കെയർ കോർപ്പറേറ്റീവ് ഫോർ അമേരിക്കൻ റിലീഫ് എവ്രിവർ. 1984 ഇത് കഞ്ഞി പയർ ആയിട്ടുള്ള ആ ഒരു പ്രോഗ്രാം കൊണ്ടുവരികയാണ് LP സ്കൂളിൽ. അതായത് ഉച്ചഭക്ഷണം നൽകുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇത് കാരണം ട്രൈബ്സ്, അതുപോലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് നിൽക്കുന്ന ആളുകളൊക്കെ കൂടുതലായിട്ടും സ്കൂളിലേക്ക് എന്നും വരാൻ തുടങ്ങി, അറ്റൻഡൻസ് കൂടാൻ തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഹോൾ പ്രൊമോഷൻ സിസ്റ്റത്തിൽ പറയുന്നത് പേര് പോലെ തന്നെ എല്ലാവർക്കും പ്രൊമോഷൻ നൽകുക എന്നുള്ളതാണ്, എല്ലാ സ്റ്റുഡൻസിനും. അതായത് ഒരു സർട്ടൻ ലെവൽ വരെ ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസ് ഇങ്ങനെ പാസ്സായി പോകും. ഇപ്പോൾ നമുക്കറിയാം 8th വരെ തോൽപ്പിക്കലില്ല, നേരെ പാസ്സാക്കി വിടുക ചെയ്യുക. അതുപോലെ അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. സർട്ടൻ ലെവലിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസ് പ്രൊമോട്ട് ചെയ്യാണ്. അത് കാരണം ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ഒക്കെ കുറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ടായി പോകുന്നതുകൊണ്ട് ഹൈ എഡ്യൂക്കേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ബേസിക് ഐഡിയാസ് പോലും ഇല്ലാത്ത അവസ്ഥയും ഇത് കാരണം വരുന്നുണ്ട്, നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ വരുന്നതാണ് ട്രാവൽ കൺസെഷൻ. 1950s ട്രാവൽ കൺസെഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റോഡിൻ്റെയും വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കൺസെഷൻ ഉണ്ടായിരുന്നു. 1970 ആയപ്പോൾ ഒറിജിനൽ റേറ്റിൻ്റെ ഒരു 25% മാത്രം സ്റ്റുഡൻസ് പേ ചെയ്താൽ മതി എന്നുള്ളത് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് ദൂരെ സ്ഥലത്തുനിന്ന് വരുന്ന ആളുകൾക്ക് എഡ്യൂക്കേഷൻ കുറച്ചും കൂടി അഫോർഡബിളും ആക്സസിബിളും ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ. 1990s എഡ്യൂക്കേഷൻ എക്സ്പാൻഷൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ലിബറലൈസേഷൻ, പ്രൈവറ്റലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇത് ഫോക്കസ് ചെയ്തത് മെയിനായിട്ട് യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷനാണ്. കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇതെന്ന് കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് കേരള എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയുടെ ഒരു മെയിൻ ടേണിംഗ് പോയിൻ്റ് ആണ്. 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് 2007 കേരള സ്വന്തമായിട്ടൊരു കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യാണ്. ഇത് ഒരു ലേണർ സെൻറ്റേർഡ് അപ്രോച്ചാണ്, പ്രോസസ് ഓറിയൻറ്റഡ് ലേണിംഗ് ആണ്, അതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ഇതിൻ്റെ സ്റ്റുഡൻസ് ലേൺ ചെയ്യുന്നത് ത്രൂ എക്സ്പീരിയൻസിലൂടെയും അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തിട്ടും ഒക്കെയാണ് സ്റ്റുഡൻസ് ലേൺ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അതിൻ്റെ കീ പില്ലേഴ്സ്: കൺസ്ട്രക്റ്റിവിസം, ക്രിട്ടിക്കൽ പെഡഗോജി, ഇഷ്യൂ ബേസ്ഡ് കരിക്കുലം. സെക്കൻഡ് റൗണ്ട് റീഫോം 2012 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഇൻ കേരള 1956 കേരള ഫോം ചെയ്ത സമയത്തും 57, 58 ആ ഒരു സമയത്തൊക്കെ കേരളത്തിൽ ആകപ്പാടെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉണ്ടായിരുന്നത് ഫോർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, വിത്ത് 46 അഫിലിയേറ്റഡ് കോളേജസ്. പിന്നീട് കാലങ്ങൾ കഴിയുന്തോറും ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുകയാണ്. 68 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, 83 ഗാന്ധി യൂണിവേഴ്സിറ്റി, അതായത് ഇപ്പോഴത്തെ MG യൂണിവേഴ്സിറ്റി, 96 കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. 2020 ഒക്കെ ആയപ്പോഴത്തേനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ 138 ആർട്സ് ആൻഡ് സയൻസ് കോളേജസും, MG യൂണിവേഴ്സിറ്റിയിൽ 158 അഫിലിയേറ്റഡ് കോളേജസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 40 അഫിലിയേറ്റഡ് കോളേജസ് ഒക്കെ ഉണ്ടായി. ഇതിന് പുറമെ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ്, പ്രൊഫഷണൽ കോളേജസ് ഒക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരുന്നു. അതുപോലെ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള കലാമണ്ഡലം, അതുപോലെ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി, APJ അബ്ദുൽ കലാം കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോലെയുള്ള കുറേ സബ്ജക്റ്റ് സ്പെസിഫിക് യൂണിവേഴ്സിറ്റീസും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസിൽ പറയുന്നത്, കേരള എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ജസ്റ്റ് 1.18% ഉള്ളൂ എന്നാണ് പറയുന്നത്. അത്രയും ചെറിയൊരു സ്റ്റേറ്റാണ് കേരള എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കാനഡയുമായിട്ട് കമ്പയറബിൾ ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ട്. ഇൻകം ലെവലൊക്കെ കുറവാണെങ്കിൽ കൂടിയും കേരള ഹൈ ലിറ്ററസി റേറ്റും ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, സ്ട്രോങ് സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ സക്സസ്സിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ മൂവ്മെൻറ്റ്, ലാൻഡ് റിഫോംസ് ഒക്കെ കാരണം ഉണ്ടായിട്ടുള്ള ഇനീക്വാലിറ്റി റെഡ്യൂസ്, അതുപോലെ പ്യുവർ പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തത്, അതുപോലെ വുമൻസിനും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ എഡ്യൂക്കേഷൻ അസസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആക്കിയത് ഒക്കെ കേരളത്തിൻ്റെ സക്സസ്സിനൊരു റീസൺ ആയിട്ട് പറയാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കേരളം ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. മെയിനായിട്ട് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. നമുക്കറിയാം ഒരുപാട് പോപ്പുലേഷൻ ഉള്ളൊരു സ്റ്റേറ്റാണ് കേരള എന്ന് പറയുന്നത്. സോ അൺഎംപ്ലോയ്മെൻറ്റ് അവിടുത്തെ ഒരു വലിയ ഇഷ്യൂവും കൂടിയാണ്. അഗ്രികൾച്ചർ ഡിക്ലൈന്, ലോ ഫാമർ ഇൻകം, എക്കണോമിക് ഇനീക്വാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അഗ്രികൾച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ലോ ഇൻകം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സൂയിസൈഡ് റേറ്റ്സും കൂടുന്നുണ്ട്. സോഷ്യൽ ഇഷ്യൂസിൽ തന്നെയാണ് ആൽക്കഹോളിസം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ. പിന്നെ ഡിക്രീസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, അത് നമ്മൾ പറഞ്ഞു. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര വീക്കാണ്. ഫാമേഴ്സ് ഒരുപാട് പുവർ കണ്ടീഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെ സൂയിസൈഡ് റേറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ ഹെൽത്ത് കെയറിൻ്റെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രൈവറ്റലൈസേഷൻ കൂടിയോണ്ട് തന്നെ ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനും ഒക്കെ കൂടുതൽ എക്സ്പെൻസീവ് ആവുകയാണ്. അതുപോലെ പ്രൈവറ്റ് സ്കൂള്, പ്രൈവറ്റ് കോളേജ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അതൊക്കെ
കൂടുതലാവും തോറും പാവപ്പെട്ട ആളുകൾക്ക് എന്താ പറയുക ക്വാളിറ്റി ഓഫ് സർവീസ് കിട്ടാതെ വരികയാണ്. കൺസ്യൂമറിസത്തിന് മെയിൻ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് പൊല്യൂഷൻ, ലിക്വർ കൺസപ്ഷൻ, സോളിഡ് വേസ്റ്റ് ജനറേഷൻ പോലുള്ള കാര്യങ്ങൾ. അതുപോലെ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ്, പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലാത്തത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അത് കാരണം തന്നെ ഒരുപാട് രോഗങ്ങൾ, ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ പോലുള്ള ഒരുപാട് രോഗങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് മാർജിനലൈസേഷൻ ഓഫ് വുമൺ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, ചിൽഡ്രൻ ഒക്കെ. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിലുള്ള ആളുകളിനെ അതുപോലെ വുമൻസിനൊക്കെ മാർജിനലൈസ് ചെയ്യുക എന്നുള്ളത് അന്നും ഇന്നും നടന്നു വരുന്നൊരു കാര്യമാണ്. അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വയലൻസും ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ആ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കരിക്കുലം ഷിഫ്റ്റ് ഇൻ കേരള ആഫ്റ്റർ 1990s ശേഷം ഉണ്ടായിട്ടുള്ള കരിക്കുലം ഷിഫ്റ്റ് എന്ന് പറയുന്നത് കരിക്കുലം ഷിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് NCERT ഐഡിയാസിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് കരിക്കുലം ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇൻട്രാക്റ്റീവ് ആൻഡ് ഡിസ്കസ് ബേസ്ഡ് ലേണിംഗ് ആയിരിക്കും. എൻകറേജ്ഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, മൂവ് അവേ ഫ്രം റൂട്ട് ലേണിംഗ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് സ്ട്രെങ്ത് ആൻഡ് ദ റീഫോംസ്. ഇതിലും പറയുന്നത് ഒരു കൺസ്ട്രക്റ്റിവിസം ഉണ്ടായിരിക്കും. അതായത് സ്റ്റുഡൻസ് ലേൺ ത്രൂ എക്സ്പീരിയൻസ്, അതുപോലെ പ്രാക്ടിക്കൽ കാര്യങ്ങളിലൂടെയാണ് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ മാർക്ക് സിസ്റ്റത്തിന് പകരം ഗ്രേഡ് സിസ്റ്റം കൊണ്ടുവന്നു. അതുപോലെ C മാർക്ക് വ്യക്തി വികസനത്തിന് ഉള്ള മാർക്കും കൂടി രേഖപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കരിക്കുലം ഷിഫ്റ്റിൽ പറയുന്നത്. MCQ: ഇൻ വിച്ച് ഇയർ വാസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോംഡ്? ആൻസർ 1956. The first Communist Ministry of Kerala passed which act in 1957? Answer: Kerala Education Act. What did the Kerala Education Act 1957 ensure for teachers? Answer: service security and pension benefits. Kerala education rules were introduced in which year? Answer: 1959. What was the main aim of the private secondary school scheme? Answer: improve teacher service conditions. One major negative outcome of the privatization of health and education in Kerala is? Answer: increased inequality in access. Consumerism in Kerala has led to which of the following issues? Answer: high waste generation and social problems. The fall in Kerala's spending on education and health from 6% to 4% of GDP indicates. Answer: decline in public investment. Assertion A: Kerala has high literacy and life expectancy rate. Reason are: the state prioritized education and healthcare through strong public policies. Answer: both A and R are true, and R is the correct explanation of A. Assertion: consumerism has created new social and environmental challenges in Kerala. Reason: people in Kerala increasingly prefer sustainable and minimal lifestyle. Answer: A is true but R is false. Thank you.